UAE ബാങ്ക് അക്കൗണ്ടുകളുള്ള എല്ലാവരോടും ദുബായ് പോലീസിൻ്റെ CID വിഭാഗവും സൈബർ സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെൻറ്റും പറയുന്ന കാര്യങ്ങൾ എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കണം, വേണ്ടപ്പെട്ടവരെ അറിയിച്ചിരിക്കണം. പല ബാങ്കുകളുടെയും യഥാർത്ഥത്തിലുള്ള ആപ്ലിക്കേഷൻ ആ ആപ്പാണെന്ന് കരുതിയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പരസ്യങ്ങൾ വരും. നമ്മൾ ഏതാണ്ട് ഒരുപോലെ ഇരിക്കുന്ന ആപ്പുകൾ നമ്മൾ കൂടുതലൊന്നും ആലോചിക്കാൻ ഡൗൺലോഡ് ചെയ്യും. നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കും. ഡീറ്റെയിൽസിൽ നിന്ന് ഈ വ്യാജന്മാർ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ ഡേറ്റയും എടുക്കും. അക്കൗണ്ടിൽ കാശുണ്ടെങ്കിൽ അതുപയോഗിച്ചുകൊണ്ട് ആ ഡേറ്റ ഉപയോഗിച്ചുകൊണ്ട് എല്ലാം പെറുക്കിയെടുത്തുകൊണ്ട് പോകാനുള്ള ശേഷി അവർക്കുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള ആപ്പുകൾ കണ്ടാൽ അത് ബാങ്കിൻ്റെ തന്നെയാണോ എന്നുള്ളതൊക്കെ ഉറപ്പ് വരുത്തിയിട്ട് വേണം ഡൗൺലോഡ് ചെയ്യാൻ പോകാൻ. സംശയമൊക്കെ തോന്നിയാൽ, കബളിപ്പിക്കപ്പെട്ടാൽ 901 വിളിച്ച് പറയണം. അല്ലെങ്കിൽ ആപ്പിൽ പോയിട്ട് ഈ ക്രൈം ആ ഒരു ഭാഗത്ത് കംപ്ലൈൻറ്റ് കൊടുക്കണം എന്ന് എടുത്തു പറയുകയാണ് ദുബായ് പോലീസ്. എത്തിഹാദ് റെയിലിൻ്റെ ഭാഗത്തു നിന്നും ഒരു സുപ്രധാന അറിയിപ്പ് വരുന്നുണ്ട്. ആളുകളിപ്പോൾ യാത്ര ചെയ്യാൻ വേണ്ടി വളരെ താല്പര്യപ്പെട്ട് വരുമ്പോൾ പല ആളുകളും മാന്യമായി ഡ്രസ്സ് ചെയ്തിട്ടല്ല ഈ ട്രെയിനിൽ കയറാൻ വേണ്ടി വരുന്നത്. സ്റ്റേഷനിൽ വന്ന് നിൽക്കുന്നതാവട്ടെ, ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരാവട്ടെ, ഡ്രസ്സ് മാന്യമായിരിക്കണം, ട്രാൻസ്പാരൻറ്റും റിവീലിങ്ങും ആകാത്ത തരത്തിലുള്ളതായിരിക്കണം, പെരുമാറ്റവും മാന്യമായിരിക്കണം. അതിനകത്ത് കയറിയിട്ട് യാചന, അതുപോലെ എന്തെങ്കിലും സെല്ല് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, ഇതൊന്നും അനുവദിക്കപ്പെടില്ല. സാംക്രമിക രോഗങ്ങൾ, പകർച്ചവ്യാധികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ യാത്ര ചെയ്യരുത്. പിന്നെ അകത്തോ പുറത്തോ ഇരുന്നിട്ട് എങ്ങനെയെങ്കിലും സിഗരറ്റ് വലിക്കാമെന്ന് ആലോചിക്കുന്നവർക്ക് അതിൽ സ്ഥാനമില്ല. ഇതൊക്കെ പിഴ മാത്രമല്ല, പിടിക്കപ്പെടുകയും വലിയ പ്രശ്നങ്ങളിലേക്ക് പോവുകയും ചെയ്യും എന്ന് എത്തിഹാദ് റെയിൽ ഓർമ്മിപ്പിക്കുകയാണ്. നല്ല തിരക്കാണിപ്പോൾ. യാത്ര ചെയ്യാൻ വേണ്ടി ഒരുപാട് ആളുകൾ മുന്നോട്ട് വരുന്ന സമയമാണ്. അതുകൊണ്ട് ഇത്തരം അടിസ്ഥാനപരമായ കാര്യങ്ങളൊക്കെ നമ്മളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. യുദ്ധത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നൊക്കെ ഇന്നലെ ഞങ്ങളും പറഞ്ഞു, അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം സൂചിപ്പിച്ച കാര്യമാണ്. പക്ഷേ ഇറാൻ ഇന്ന് പറയുന്നത് അമേരിക്കയുടെ സേന ഇപ്പോൾ നിൽക്കുന്നിടത്ത് നിന്ന് മാറുന്ന സാഹചര്യത്തിലല്ലാതെ ഒരു ചർച്ചയ്ക്കും തങ്ങൾ തയ്യാറല്ല എന്നാണ്. ഇത് ഇറാൻ്റെ സ്റ്റേറ്റ് മീഡിയ തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു കാര്യം കൂടി ഇപ്പോഴത്തെ സുപ്രീം മേധാവിയായ മുജ്തബ അലി ഖാമിനി പറയുന്നത് തൻ്റെ പിതാവിൻ്റെ മരണത്തിന് പ്രതികാരം ചെയ്തിരിക്കും എന്ന് തന്നെയാണ്. ഇതിനിടെ അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് തനിക്കെതിരെ ഒരു വധഭീഷണി ഇറാൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടും അങ്ങനെ കേട്ടറിവ് വെച്ചുകൊണ്ടും ചില കാര്യങ്ങൾ പറയുന്നു. ഏതെങ്കിലും തരത്തിൽ വധിക്കാൻ ശ്രമിച്ചാൽ, ഒരു വധശ്രമം ഉണ്ടായാൽ തന്നെ അതിനെതിരെ ആയിരക്കണക്കിന് മിസൈലുകൾ പായിക്കാൻ വേണ്ടി ഇങ്ങനെ റെഡിയാക്കി തൊടുത്ത് വയ്ക്കുന്ന വിധത്തിൽ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് മോശം പ്രവർത്തനങ്ങൾക്കൊന്നും ഇറാൻ തയ്യാറാകാൻ നിൽക്കുന്നതാണ് വൃത്തി എന്ന് തിരിച്ച് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു ട്രംപ്. ഇറാനിപ്പോൾ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള സ്വാഭാവികമായിട്ട് ലോകം മുഴുവൻ നോക്കിയിരിക്കുകയാണല്ലോ. അങ്ങനെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ വഴി നോക്കുമ്പോൾ, അത് പരിശോധിക്കുമ്പോൾ ഇറാൻ എവിടെയൊക്കെയാണോ ആണവായുധ പുരകളുള്ളത്, തകർന്നു കിടക്കുന്നത്, അതിനെയൊക്കെ പുനർജനിപ്പിക്കാൻ വേണ്ടിയുള്ള പരിപാടികൾ ഇറാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് ചിത്രങ്ങളിൽ നിന്ന് ബോധ്യമാകുന്നതെന്ന് CNN അടക്കമുള്ള മാധ്യമങ്ങൾ ഇന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ്. അവർ ഈ കമ്പ്യൂട്ടറിലൊക്കെ വെച്ചിട്ട് സാറ്റലൈറ്റിൽ നിന്ന് കിട്ടിയ ചിത്രങ്ങളൊക്കെ അവലോകനം ചെയ്തുകൊണ്ട് അത് കാണിച്ചുകൊണ്ട് ബുഷർ അടക്കമുള്ള മേഖലകളിൽ അതിൻ്റെ റീബിൽഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് ചില തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാണ് ഈ പറയുന്നത്. Night updates supported by ELL Properties, Kalyan Jewelers, Lulu Supermarket, Hypermarket and Department Store, Fira Foods, Al Nasood Cargo, Gold Star Rent-A-Car, Dr. Rasina's Ayurvedic Clinic, Ain Gold and Diamonds, Choco World, Partha Signature Abu Shagara Sharjah, ABC Cargo and Courier, Fisherman's Hub, Hashim Hypermarket.